ലിവർപൂൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് എഡോണിസ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ട്രാൻസ്ഫർ റൈറ്റ്സ് ആണ് പറയാനുള്ളത്. ട്രാൻസ്ഫറിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ശരിക്കും ആദ്യം പറയേണ്ടി വരിക ലിവർപൂളിനെ കുറിച്ചാണ്. ലിവർപൂൾ അവിടെ എന്തൊക്കെ നടക്കുന്നത്, ചെങ്ങായിമാരൊരു അന്യായ ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നല്ല. ഒരു ടീം വരാനുണ്ട്, ഒരു കിടിലൻ ടീം വരാനുണ്ട്. എങ്ങനെയായിരിക്കും ഇവന്മാരെ കളി എന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്ത് സീന് കളിയാക്കില്ലേ. പ്രീമിയർ ലീഗിൽ ഇവരെ ഇനി പിടിച്ചാൽ കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. പിന്നെ മാത്രമല്ല, ചെൽസി ആണെങ്കിൽ ക്ലബ് വേൾഡ് കപ്പ് അടിക്കുകയാണ്. ആ ഒരു കളി എന്ന് പറഞ്ഞാൽ എല്ലാരും ഞെട്ടിപ്പിച്ച ഒരു കളിയാണ്. പിന്നെ അത് അവരെ സ്വഭാവമാണ്, പ്രൈം ടീമിൽ നിൽക്കുന്ന ആൾക്കാരെ അടിച്ചിടുക എന്നുള്ളത്. പിന്നെ സിറ്റി ആണെങ്കിൽ കുറെ ട്രാൻസ്ഫർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ടീംസിനെ പ്ലേയേഴ്സിനെ അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ട്രാൻസ്ഫറുകൾ നോക്കാം. അതില് ഇസാക്കിനെ ഇവർ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. ന്യൂകാസിലിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ലിവർപൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. ഇത് ന്യൂകാസിലിന് ഒട്ടും ഓക്കെ അല്ല. ഇസാക്ക് എന്ന് പറയുന്നത് അവരൊരു മെയിൻ പ്ലെയർ തന്നെയാണ്. അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ കളിക്കാനുള്ളതാണ്. സോ അങ്ങനെ തരൂല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. തീരെ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നില്ല. ഇസാക്ക് എന്തായാലും വേണം, ടീമിൽ വേണം എന്ന രീതിയിലാണ് നമുക്ക് ഇതുവരെ കേൾക്കാൻ അറിഞ്ഞത്. പിന്നെ ഡാർവിനെ നാപ്പോളി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വേണ്ട, അവർ വേറെ ടീംസിനെ സെറ്റാക്കി. ഡാർവിനാണ് അവിടെ വിട്ട് പോകണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് നിൽക്കണമെന്ന് തോന്നുന്നു. പിന്നെ ലൂയിസ് ഡിയാസ്, എടാ ബയേൺ എന്തെങ്കിലും ഒരു എന്താ പറയുക, സന പോയ സ്ഥലത്ത് ബയേണിന് ആരെങ്കിലും ഒരാൾ വേണം എന്ന് എനിക്കൊരു തോന്നലുണ്ട്. സോ പിന്നെ മാത്രമല്ല, മുസിയാലില്ല, മുള്ളറില്ല. മുസിയാലെങ്കിൽ എന്തായാലും കുറെ നല്ല ടൈം എടുക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ ഇവർ രണ്ടാളും ഇല്ല. അവിടെ ആരെ വെച്ച് ഫില്ല് ചെയ്യുന്നു നമുക്ക് നോക്കാം. റോഡ്രിഗോനൊക്കെ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലൂയിസ് ഡിയാസിനായിരുന്നു ഇവർ മെയിനായിട്ട് നോക്കിയത്. പക്ഷെ ലിവർപൂൾ അങ്ങനെ വിട്ടുകൊടുക്കാനുള്ള മൂഡിലല്ല. പക്ഷെ ഡിയാസിന് പോകണം എന്നുള്ളൊരു മൈൻഡിലാണ്, വേറെ എവിടെയും കളിക്കണം എന്നുള്ളൊരു മൈൻഡിലാണ്. പക്ഷേ ബയൺ ഫാൻസ് അങ്ങനെ ഓക്കെ അല്ല. ഞാൻ ബയൺ ഫാനാണ്, പക്ഷെ കുറെ ഞാൻ ബയൺ ഫാൻസിനെ കണ്ടിട്ടുണ്ട്. അവരൊന്നും ഓക്കെ അല്ല ഡിയാസിനെ എടുക്കുന്നതിൽ. അതിനെക്കാട്ടും ബെറ്റർ റയൽ മാഡ്രിഡിന് റോഡ്രിഗോനെ എടുക്കാനാണ് എല്ലാവരും പറയുന്നത്. ഞാൻ കണ്ടത്, ഫാൻസിന്റെ ഒരു അഭിപ്രായം കണ്ടത്, റോഡ്രിഗോനെ എടുത്താൽ സെറ്റായിരിക്കില്ലേ. ചെങ്ങ അടിപൊളി അന്യ കിഡിലും പ്ലേ ആണ് അവിടെ നമ്മൾ കളിച്ച് കണ്ടത്. ചെങ്ങാനെ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ഹാപ്പിയാണ്, നമ്മളൊക്കെ ഒരു ഹാപ്പിയാണ്. ചെങ്ങാനെ അവിടുന്ന് കിട്ടിയതേനു, പക്ഷെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ന്യൂകാസിലിന് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് എക്കിറ്റക്കിന് ഒരു നല്ലൊരു കണ്ണുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ഇസാക്കിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഫ്രണ്ടിൽ രണ്ടാൾക്കാരെ വെച്ച് കളിപ്പിക്കാനായിരിക്കും. ലിവർപൂൾ അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു കളി കളിക്കുന്നുണ്ട്. കാരണം ലിവർപൂളിന് എനിക്ക് തോന്നുന്നില്ല, ലിവർപൂളിന് അതിന് വേണ്ടിയിട്ടാണോ അറിയില്ല, എക്കിറ്റക്കിനെ ലിവർപൂൾ നൈസായിട്ടൊരു ചൂണ്ട ഇടുന്നുണ്ട്. പക്ഷെ രണ്ടാൾക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ലിവർപൂൾ എനിക്ക് തോന്നുന്നില്ല, ലിവർപൂളിന് ഇസാക്കിനെ വേണം. മറ്റേത് അത്ര ഫിനിഷ്ഡ് ആയിട്ട്, ഇസാക്കിനെ പോലെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല എക്കിറ്റക്കി. അപ്പോൾ അത് വേണ്ടിയിട്ടാണോ ഇനി ന്യൂകാസിലിനെ ജസ്റ്റ് ഒരു ചൊറിയാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ലിവർപൂൾ ഒരു നല്ല കളി കളിക്കുന്നുണ്ട്. ബെഞ്ചമിൻ സെസ്കോനെ സൗദി പ്രോ ലീഗിൽ നിന്ന് അന്യായ ഓഫറൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അങ്ങേക്ക് അങ്ങോട്ട് പോകാനുള്ള താല്പര്യമില്ല. അയ്യോ അങ്ങോട്ടൊന്ന് പോവല്ലേ എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കും. ശരിയാണ്, നമ്മൾ പുറത്തുള്ള ലീഗിനൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അതൊക്കെ സത്യമാണ്. പക്ഷെ എനിക്ക് ആ ലീഗ് അങ്ങനെ അങ്ങോട്ട് താല്പര്യമില്ല. പിന്നെ വിക്ടർ ഗ്യോഗറിന് ആർസണൽ കിട്ടിക്കഴിഞ്ഞാൽ ആർസണൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കാനുള്ള നല്ല ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെങ്ങായി അടിപൊളി പ്ലെയറാണ്, നല്ലൊരു പ്ലെയറാണ് മൂപ്പര്. ചെങ്ങായി പ്രീമിയർ ലീഗിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രീമിയർ ലീഗ് ഇനി വരാൻ പോണ ടീംസ് ഭയങ്കര കിടിലാവാൻ ചാൻസ് ഉണ്ട്. സിറ്റി നല്ലോണം ബിൽഡ് ചെയ്തെടുക്കാൻ നോക്കുന്നുണ്ട്. ശരിയാണ്, സിറ്റി അൽഹിലാലിനോട് പൊട്ടി. പക്ഷെ സിറ്റി അടിപൊളിയായിട്ട് നല്ല അറ്റാക്കിംഗ് ടീംസാണ് കിട്ടുന്നത്. ഡിഫെൻഡിങ് ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ സിറ്റി അവിടെ കിടിലനാവും. പിന്നെ ലിവർപൂൾ അന്യായ സീനാണ്. ചെൽസി ആണ് പറയും വേണ്ട, നമ്മൾ വിചാരിക്കാതെ പ്രൈം ടൈമിൽ നിൽക്കുന്ന PSG അടിച്ചുറക്കിയിട്ടാണ് 3-0 ഉറക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഭയങ്കര ഒരു യുദ്ധം നടക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഈ ട്രാൻസ്ഫറൊക്കെ കണ്ടിട്ട്. അപ്പോൾ PL എന്തായാലും കാണണം, മസ്റ്റായിട്ട് കാണേണ്ട ഒരു സാധനമായിരിക്കും PL എന്ന് പറയുന്നത്. പിന്നെ ചെൽസി അത് മാത്രമല്ല, ഗർനാച്ചോനെ എടുക്കാൻ നോക്കുന്നുണ്ട്. ഗർനാച്ചോ നല്ലൊരു ഓപ്ഷൻ അല്ല എന്നുള്ള രീതിയിൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിക്കൊണ്ട് യുണൈറ്റഡിൽ നിന്ന് ഏതൊരു പ്ലെയർ മറ്റൊരു ടീമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര കിട്ടില്ല, അവിടെ ചാൻസസ് ഉണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ. ആർസണൽ എന്താ ചെൽസിൻ്റെ അടുത്ത് നിന്ന് എല്ലാ വേസ്റ്റും ഇങ്ങനെ പെറുക്കുന്നുണ്ടല്ലോ, ഞാനതാ നോക്കണേ. ആർസണൽ ഫാൻസ് തീരെ ഓക്കെ അല്ല ആ ഒരു സംഭവത്തിൽ, ആ ഒരു ഡിസിഷനിൽ എനിക്ക് തോന്നുന്നു അത്ര ഓക്കെ ആയിട്ടല്ല നിൽക്കുന്നത്. ഇനി ജോഗറൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സംഭവം നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിക്കോളാസ് ജെക്സൺ
അതുപോലെ AC മിലാനിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് പറ്റൂല എന്നുള്ള മൈൻഡിലാണ്. പിന്നെ ചെൽസി ആണെങ്കിൽ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ള മൂഡിലാണ് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ ഇതുവരെ കേട്ട ന്യൂസ്. പിന്നെ എൻകോക്കുവിനെ ബയേൺ ചെൽസിന്ന് എടുക്കാൻ നോക്കുന്നുണ്ട്, ആർസണലും എടുക്കാൻ നോക്കുന്നുണ്ട്. അത് നല്ലൊരു ഡിസിഷൻ ആണോ എന്ന് എനിക്കറിയില്ല, എനിക്കത്ര ഒരു ഇതില്ല. ബയേണിന്റെ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ എനിക്ക് അത്ര അടിപൊളിയായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ടുള്ള വേണ്ട സാധനങ്ങളൊക്കെ അത്ര നല്ല കിടിലൻ സംഭവം എടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ബയേൺ എന്താവും എനിക്കൊരു വലിയ പ്രതീക്ഷ അങ്ങോട്ട് തരുന്നില്ല. കാരണം അത്ര നല്ല ഇതിലല്ല ബയേൺ നിൽക്കുന്നത്. ആസ് എ ബയേൺ ഫാൻ എനിക്ക് നല്ലൊരു പേടിയുണ്ട്. എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. ബുണ്ടസ്ലീഗ ഒരു പക്ഷേ അടിക്കുകയായിരിക്കും, പക്ഷേ UCL വലിയ പ്രതീക്ഷ എനിക്ക് കാണുന്നില്ല ഇതുവരെയുള്ള ടീം വെച്ച് നോക്കുമ്പോൾ. എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ഇതുവരെ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും കിട്ടുന്ന താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, നമുക്ക് പിന്നെ കാണാം.